നമസ്കാരം. നമ്മൾ ഇന്ന് പോകുന്നത് ചരിത്രത്തിലെ വളരെ നിർണായകമായ പക്ഷേ ഒരുപാട് തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു കാലഘട്ടത്തിലേക്കാണ്, കുരിശുയുദ്ധങ്ങളുടെ ലോകത്തേക്ക്. ഇതൊരു യുദ്ധത്തിന്റെ മാത്രം കഥയല്ല, മറിച്ച് സാമ്രാജ്യങ്ങളെ തകർത്തെറിഞ്ഞ് പുതിയൊരു ലോകക്രമം തന്നെ ഉണ്ടാക്കിയ നൂറ്റാണ്ടുകളോളം നീണ്ട ഒരു വലിയ സംഘർഷത്തിന്റെ തുടക്കത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഇതൊരു ചെറിയ കഥയല്ല, അതുകൊണ്ട് തന്നെ നമ്മളിത് 5 ഭാഗങ്ങളായിട്ടാണ് പറയുന്നത്. അപ്പോ ഈ ചരിത്രയാത്രയിൽ ഒന്നും മിസ്സാവാതിരിക്കാൻ എന്റെ ചാനലായ ആ പോഡ്കാസ്റ്റ് ഇപ്പോ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക മറക്കല്ലേ. ശരി, അപ്പൊ നമുക്ക് തുടങ്ങിയാലോ. ഈ യുദ്ധങ്ങളുടെയെല്ലാം കേന്ദ്രബിന്ദു ജെറൂസലം. ആ തീ ആളിക്കത്തുന്നതിന് തൊട്ടു മുൻപ് അവിടുത്തെ അവസ്ഥ എന്തായിരുന്നു? പലരും വിചാരിക്കുന്ന പോലെ ആയിരുന്നില്ല കാര്യങ്ങൾ. അവിടെ ശരിക്കും സമാധാനമുണ്ടായിരുന്നു. നോക്കൂ, ക്രിസ്തുവർഷം 637 ഖലീഫ ഉമർ ജെറുസലേം ഏറ്റെടുത്തതു മുതൽ ഏകദേശം 4 നൂറ്റാണ്ടോളം അവിടം സമാധാനത്തിന്റെ ഒരു കേന്ദ്രമായിരുന്നു. യൂറോപ്പിൽ നിന്നുള്ള ക്രിസ്ത്യൻ തീർത്ഥാടകർക്ക് ഒരു പേടിയുമില്ലാതെ പൂർണ്ണ സ്വാതന്ത്ര്യത്തോടെ വരാനും പോകാനും കഴിഞ്ഞിരുന്നു, ഒരു പ്രശ്നവുമില്ലാതെ. അപ്പം നമ്മള് ആദ്യം മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ്. പിന്നീട് യൂറോപ്പിൽ പ്രചരിച്ച കഥകളൊക്കെ ഒരു വശത്ത്, പക്ഷെ യാഥാർത്ഥ്യം അതായിരുന്നില്ല. ജെറുസലേമില് അന്ന് സമാധാനപരമായ ഒരു സഹവർത്തിത്വം ഉണ്ടായിരുന്നു. ഈ ഒരു പശ്ചാത്തലം ഓർമ്മയിൽ വെച്ചാൽ മാത്രമേ നമുക്ക് മുന്നോട്ടുള്ള കഥ മനസ്സിലാവൂ. ഓക്കെ, അപ്പോൾ ജെറുസലേമിലെ ആ ശാന്തമായ അന്തരീക്ഷത്തിൽ നിന്ന് നമുക്ക് നേരെ 11ാം നൂറ്റാണ്ടിലെ പ്രക്ഷുബ്ധമായ യൂറോപ്പിലേക്ക് പോകാം. അവിടുത്തെ അവസ്ഥ നേരെ തിരിച്ചായിരുന്നു. ഒരു വലിയ കൊടുങ്കാറ്റിന് കോപ്പുകൂട്ടുകയായിരുന്നു യൂറോപ്പ്. എങ്ങനെയാണ് ആ തീ ആളിക്കെത്തിയത്? 11ാം നൂറ്റാണ്ടിന്റെ അവസാനത്തോടെ യൂറോപ്പിൽ ചില കഥകൾ പരക്കാൻ തുടങ്ങി. വെറും കഥകളല്ല, വ്യാജ വാർത്തകൾ. മുസ്ലിങ്ങൾ ക്രിസ്ത്യൻ തീർത്ഥാടകരെ ക്രൂരമായി ഉപദ്രവിക്കുന്നു, പുണ്യപള്ളികൾ തകർക്കുന്നു എന്നൊക്കെ. ഇതൊന്നും സത്യമായിരുന്നില്ല. ശരിക്കും പറഞ്ഞാൽ ഒരു വലിയ യുദ്ധത്തിന് ജനങ്ങളെ തയ്യാറാക്കാനുള്ള ഒരു ആസൂത്രിത ശ്രമം തന്നെയായിരുന്നു അത്. ഈ പ്രചാരണങ്ങൾക്കെല്ലാം ഒരു ഔദ്യോഗിക രൂപം വന്നത് 1095 ഫ്രാൻസിലെ ക്ലെർമോണ്ടിൽ വെച്ചാണ്. അവിടെ പോപ്പ് അർബൻ രണ്ടാമൻ ഒരു പ്രസംഗം നടത്തി. ചരിത്രത്തെ മാറ്റിമറിച്ച ഒരു പ്രസംഗം. അതായിരുന്നു ഒന്നാം കുരിശുയുദ്ധത്തിന്റെ ഔദ്യോഗിക പ്രഖ്യാപനം. ആ പ്രസംഗത്തിന്റെ ശക്തി എന്തായിരുന്നുവെന്നോ? ദൈവം അത് ആഗ്രഹിക്കുന്നു. ഈ ഒരു മുദ്രാവാക്യം യൂറോപ്പിൽ അങ്ങോളം ഇങ്ങോളം അലയടിച്ചു. യുദ്ധത്തിൽ പങ്കെടുത്താൽ നിങ്ങളുടെ എല്ലാ പാപങ്ങളും ക്ഷമിക്കപ്പെടും, നിങ്ങൾക്ക് സ്വർഗം കിട്ടും എന്നായിരുന്നു വാഗ്ദാനം. അതുമാത്രമല്ല, പാവപ്പെട്ടവർക്ക് ഭൂമി, സമ്പത്ത്, അങ്ങനെ ഭൗതികമായ വാഗ്ദാനങ്ങളുമുണ്ടായിരുന്നു. അപ്പൊ ശരിക്കും എന്തായിരുന്നു ലക്ഷ്യം? പുറമേക്ക് പറഞ്ഞത് തീർത്ഥാടകരെ രക്ഷിക്കാനും ജെറുസലേമിനെ സ്വതന്ത്രമാക്കാനുമാണെങ്കിലും അതിനപ്പുറം പല കാര്യങ്ങളുമുണ്ടായിരുന്നു. യൂറോപ്പിലെ കൊടിയ ദാരിദ്ര്യം, നാട്ടുരാജാക്കന്മാർ തമ്മിലുള്ള തീരാത്ത യുദ്ധങ്ങൾ, ഇതിൽ നിന്നൊക്കെ ജനങ്ങളുടെ ശ്രദ്ധ തിരിക്കണം. പിന്നെ കിഴക്കിന്റെ ഭീമമായ സമ്പത്ത് കൊള്ളയടിക്കണം. ഇതൊക്കെയായിരുന്നു യഥാർത്ഥ ലക്ഷ്യങ്ങൾ. യൂറോപ്പ് ഇങ്ങനെ ഒറ്റക്കെട്ടായി ഒരുങ്ങുമ്പോൾ മറുഭാഗത്ത് ഇസ്ലാമിക ലോകത്തിന്റെ അവസ്ഥ എന്തായിരുന്നു? അതാണ് ഈ കഥയിലെ ഏറ്റവും വലിയ ട്രാജഡി. കുരിശുയോദ്ധാക്കൾക്ക് ആദ്യഘട്ടത്തിൽ ഇത്രയും വലിയ വിജയം കിട്ടിയതിന്റെ പ്രധാന കാരണം അവരുടെ സൈന്യത്തിന്റെ ശക്തി മാത്രമായിരുന്നില്ല, മറിച്ച് മുസ്ലിം ലോകത്തുണ്ടായിരുന്ന ഭിന്നിപ്പായിരുന്നു. അവരുടെ ഏറ്റവും വലിയ ആയുധം ശത്രുവിന്റെ അനൈക്യമായിരുന്നു. അന്നത്തെ ഇസ്ലാമിക ലോകം ചിന്നിച്ചിതറിക്കിടക്കുകയായിരുന്നു. ബാഗ്ദാഡിൽ സുന്നികളായ അബ്ബാസികൾ, ഈജിപ്തിൽ അവരോട് കട്ട ശത്രുതയിലായിരുന്ന ഷിയാക്കളായ ഫാത്തിമീകൾ, പിന്നൊരു കാലത്ത് ശക്തരായിരുന്നെങ്കിലും തങ്ങളിൽ തന്നെ തല്ലി ദുർബലരായ സെൽജുക് തുർക്കികൾ. പോരാത്തതിന് ഓരോ നാട്ടിലെയും ചെറിയ ഭരണാധികാരികൾ അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഒന്നാലോചിച്ചു നോക്കൂ, ചരിത്രത്തിലെ ഏറ്റവും വലിയ സൈന്യങ്ങളിലൊന്ന് യൂറോപ്പിൽ നിന്ന് തങ്ങളെ ലക്ഷ്യം വെച്ച് വരുമ്പോൾ ഇസ്ലാമിക ലോകം പരസ്പരം യുദ്ധം ചെയ്യുകയായിരുന്നു. വരാനിരിക്കുന്ന ആപത്തിനെക്കുറിച്ച് അവർക്കൊരു ധാരണയും ഉണ്ടായിരുന്നില്ല. ഈ കൊടുങ്കാറ്റിനെ ആരു തടയും? അങ്ങനെ യൂറോപ്പിന്റെ ആവേശവും ഇസ്ലാമിക ലോകത്തിന്റെ ഭിന്നതയും ഒരുമിച്ചപ്പോൾ ചരിത്രത്തിലെ ഏറ്റവും രക്തം പുരണ്ട അധ്യായങ്ങളിലൊന്നിന് തുടക്കമാവുകയായിരുന്നു. 1,00,000, അതെ, 1,00,000-ഓളം ആളുകൾ. അന്നത്തെ കാലത്ത് ചിന്തിക്കാൻ പോലും പറ്റാത്തൊരു സംഖ്യയാണത്. പ്രഭുക്കന്മാർ, സാധാരണക്കാർ, കർഷകർ, ഒരു വലിയ ജനക്കൂട്ടം ഒരൊറ്റ ലക്ഷ്യവുമായി യൂറോപ്പിൽ നിന്ന് പുറപ്പെട്ടു. വിശ്വാസവും രോഷവും പിന്നെ സമ്പത്തിനോടുള്ള ആഗ്രഹവും ഇതെല്ലാം ചേർന്ന ഒരു വലിയ സൈന്യം ജെറുസലേം ലക്ഷ്യമാക്കി നീങ്ങിത്തുടങ്ങി. അതൊരു യാത്രയായിരുന്നില്ല, അതൊരു കൊടുങ്കാറ്റായിരുന്നു. ആ കൊടുങ്കാറ്റ് ഒടുവിൽ അതിന്റെ ലക്ഷ്യസ്ഥാനത്തെത്തി. ചരിത്രത്തിലെ ഏറ്റവും ഭീകരമായ ഉപരോധങ്ങളിലൊന്ന് തുടങ്ങാൻ പോവുകയായിരുന്നു.
ആ കൂറ്റൻ സൈന്യം ജെറുസലേമിന്റെ മതിലുകൾക്ക് മുന്നിലെത്തിയപ്പോൾ എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക? ആ പുണ്യനഗരത്തിന്റെ വിധിയെന്തായി? അതിന്റെ ഉത്തരം നമ്മുടെ പരമ്പരയുടെ അടുത്ത ഭാഗത്തിൽ തീർച്ചയായും കാണുക.